എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ നമ്മളെ സൺമിസ് ഡയറി എന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട വീഡിയോസ്, നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങളാണ് വീഡിയോസായിട്ട് ഇടാറ്. വല്ലപ്പോഴൊക്കെ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട വീഡിയോസ്, ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് വീഡിയോസൊക്കെയാണ് ഇടാറുള്ളത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള വാഹനങ്ങളെക്കുറിച്ചുള്ള കുറച്ച് അറിവുകളും അതൊക്കെയാണ് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെ തുടരണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഏത് രീതിയിലുള്ള വീഡിയോസ് ഇട്ടാലാണ് ആൾക്കാരിലേക്ക് കൂടുതൽ എത്തുക എന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് പഠനം നടത്തി വരുന്നേ ഉള്ളൂ. തൽക്കാലം ഇപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ വാഹന വീഡിയോ ഇടാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നിടുന്ന വീഡിയോനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് നാളുകളായി ഞാൻ ഇടുന്ന വീഡിയോ എൻ്റെ കയ്യിലുള്ള ഒരു വണ്ടീനെക്കുറിച്ചുള്ള എൻ്റെ യൂസർ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ലാസ്റ്റ് ഇട്ടൊരു എൻ്റെ ഇലക്ട്രിക് വണ്ടി നമ്മുടെ ചേതക്ക് സർവീസുമായി ബന്ധപ്പെട്ട ഇടയ്ക്കിടെ കംപ്ലൈൻറ്റുമായി വരുന്നത് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം 3500 മേലെ ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി യൂസ് ആകുന്ന രീതിയിലാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്കിടാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ പറയുന്നതിൻ്റെ ജെന്യൂനിറ്റി എനിക്കറിയില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ ചോദിച്ചിട്ടും യൂട്യൂബിലെ മറ്റ് ചാനൽ റെഫർ ചെയ്തിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ ഇടുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടി ജെന്യൂനിറ്റി ഉണ്ട് അല്ലേ, നമുക്ക് വിശ്വാസ്യത കൂടുതലാണ്. വെറുതെ ഒരു കമ്പനിയുടെ എൻ്റെ സ്വന്തം വണ്ടീനെ നെഗറ്റീവായി ഞാൻ ചിത്രീകരിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. അത് എൻ്റെ ക്രെഡിബിലിറ്റിയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ വിത്ത് പ്രൂഫ് അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ 1,60,000 രൂപയോളം മുതൽ മുടക്കിയിട്ടാണ് ഈ ഒരു വാഹനം വാങ്ങിയിട്ടുള്ളത്. ചേതക്ക് 3501 എന്ന് പറയുന്ന മോഡലാണ് ഞാൻ വാങ്ങിയത്. ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടു അതിനെക്കുറിച്ച് തന്നെ. വീണ്ടും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. വാഹനത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ നിലവിലെ ഈ വണ്ടിയുടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 3-4 പ്രാവശ്യമായിട്ട് ഈ വണ്ടിക്ക് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. പല പ്രാവശ്യമായിട്ട് ഓടുന്ന സമയത്ത് നിന്ന് പോകുന്ന അവസ്ഥയും, പിന്നെ സ്റ്റാർട്ടാകാത്ത അവസ്ഥയും, പിന്നെ വാർണിംഗ് ലൈറ്റ് കത്തി വണ്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയും. കഴിഞ്ഞ ദിവസം ചെറുപുഴയിലുള്ള എൻ്റെ വീട്ടിൽ നിന്ന് പയ്യന്നൂർ വരെ അത് കൊണ്ടുപോകേണ്ട അവസ്ഥയൊക്കെ ആ വണ്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് ആ വണ്ടി തന്നിട്ടുണ്ട്. അപ്പം സർവീസ് സെൻറ്ററിനെ വിളിക്കുമ്പോൾ നമുക്ക് ഞാൻ കണ്ണൂരിൽ നിന്നാണ് വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള അവരുടെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നത്, അവരെ വിളിക്കുമ്പോൾ അവർ വേറെ നമ്പർ തന്ന് അവരെ വിളിച്ചു. അങ്ങനെ നമ്മൾ അവിടെ എത്തിക്കലാണ് പതിവ്. അപ്പോൾ ഈ വണ്ടി കൊണ്ടുപോകുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഡ്യൂട്ടി ടൈമിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടുള്ള സമയത്തായിരിക്കും ഇത് ഓണാവാതെ വരുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനെ റോഡ് അസിസ്റ്റൻ്റ് വിളിച്ച് ഏറ്റവും നിയറസ്റ്റായ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി വെച്ച്, അപ്പം നമ്മളവിടെ പാതി വഴിയിൽ പെട്ടുപോയി. പിന്നെ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് വരണമെങ്കിൽ വേറെ വണ്ടി വിളിച്ച്. അപ്പം ഇതിനെ ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഒരു വാഹനത്തെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു വാഹനമായി പുറത്ത് പോകുമ്പോൾ അത് നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് ആ വണ്ടി എത്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടുപോകുമല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാഹചര്യങ്ങൾ ഈ വാഹനം കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സ്റ്റാർട്ടാകാത്ത അവസ്ഥ, നമ്മൾ പുലർച്ചെ രാവിലെയൊക്കെ ഡ്യൂട്ടിക്കൊക്കെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെ പോകണമെങ്കിൽ ഈ വണ്ടീനെ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് 100% ചാർജ് ഉണ്ട്, രാവിലെ എഴുന്നേറ്റ് പോവുക എന്നുള്ളതായിരിക്കും നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ കയ്യിൽ ഒരു പെട്രോൾ വണ്ടി ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് മാത്രം. അല്ലാത്ത പക്ഷം ഈ വണ്ടി രാവിലെ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്, അപ്പോഴേക്കും വണ്ടി ഓണാവുന്നില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഈ ഒരു അവസ്ഥ വന്നു. ഞാൻ എന്നിട്ട് അത് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി ക്ലിയർ ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം ഇതേ പ്രശ്നം ആവർത്തിച്ചു. അപ്പോൾ അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ഒരു നമുക്കതിൻ്റെ അറിയില്ല, ടെക്നിക്കൽ വശങ്ങൾ അറിയില്ല. നമ്മൾ എത്ര ഓട്ടോമൊബൈലിൻ്റെ എക്സ്പേർട്ടാണെന്ന് പറഞ്ഞാൽ അവരെന്താണ് അവർക്ക് കിട്ടിയ ട്രെയിനിങ് പ്രകാരമാണ് അവരത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ എന്തോ എറർ കോഡ് കണ്ടു എന്ന് പറയുന്നു. ആ എറർ കോഡ് ശരിയാക്കുമ്പോഴേക്കും വണ്ടി പഴയ കണ്ടീഷനിലായി. അവരത് റിസോൾവ് ചെയ്ത് വിടുന്നു. തൊട്ടടുത്ത ദിവസം ഇതേ കംപ്ലൈൻറ്റ് വീണ്ടും വരുന്നു, വണ്ടി ഓണാവുന്നില്ല. ഓണാവാത്ത വണ്ടിയും കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പ്രത്യേകിച്ച് ഇലക്ട്രിക് വണ്ടി അല്ലേ. അപ്പോൾ ഒരു വർക്ക്ഷോപ്പൊന്നും വിളിച്ചാൽ ആൾ വരില്ല, അവർക്കത് നന്നാക്കാനുള്ള മെക്കാനിസം അറിയില്ല. ഈ ഷോറൂമിൽ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ നിന്ന് തന്നെ ആൾ വരണം. പിറ്റേ ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നു. നമുക്കറിയാം ചേതക്കിൻ്റെ ഒരു ഡിക്കി ഉണ്ട്. ഞാൻ എൻ്റെ ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ ഈ ഡിക്കിക്കകത്താണ് വെക്കാറുള്ളത്. നമ്മളെ ഡ്യൂട്ടി സംബന്ധമായ ബാഗടക്കം, ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന ബാഗടക്കം ഈ ഡിക്കിക്കുള്ളിൽ വെച്ചിട്ടാണ് പോകാറ്. കാരണം മഴക്കാലമൊക്കെ ആകുമ്പോൾ അതാണ് സേഫ്റ്റി. നല്ല ഡിക്കി സ്പേസാണ് വണ്ടിക്ക്.
അപ്പോൾ ഞാൻ തലേദിവസം ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടി, ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ ഉപകരണങ്ങൾ, നമ്മളെ ബാഗും കാര്യങ്ങളും, നമ്മളെ മറ്റു കാര്യങ്ങളൊക്കെ, ഡ്രസ് മെറ്റീരിയൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് വെച്ച് പൂട്ടി വെച്ചു, രാവിലെ എടുത്ത് പോകാമെന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ വണ്ടി ഓണാവാത്ത വണ്ടി, പിന്നെ ഡിക്കി തുറക്കണമെങ്കിൽ പോലും സെൻസറാണ്, ഇത് കംപ്ലീറ്റ് സെൻസറാണ്. അപ്പോൾ എനിക്ക് തൊട്ടടുത്ത ദിവസം ജോലിക്ക് പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പോൾ എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല, കാരണം അതിനകത്താണ് എൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു കാരണം പറഞ്ഞ് എന്നാൽ പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോയില്ല. അത് മറ്റൊരു അനുഭവം. അങ്ങനെ ഞാൻ വിളിച്ചു, ആൾക്കാരെ വിളിച്ച് അവർ വണ്ടി ഒന്ന് എടുത്ത് കൊണ്ടുപോയി, സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി അത് റിസോൾവ് ചെയ്ത് കൊണ്ടുവച്ച് ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുണ്ട് വണ്ടി. നിങ്ങൾക്ക് കാണാൻ പറ്റും, വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്, കാണുന്നതാണ് എൻ്റെ വണ്ടി. ഇപ്പോൾ ഇനി അടുത്ത പ്രശ്നം എന്താണ്, ഈ വണ്ടി തരുമോയെന്ന് എനിക്കറിയില്ല. നിലവിൽ അവർ പറയുന്നത് ഇതിൻ്റെ ഓക്സിലറി ബാറ്ററി അടിച്ചു പോയി എന്നാണ്. അപ്പോൾ ശരിക്കും പറയട്ടെ, ഞാനൊരു സർവീസ് സെൻറ്ററിൽ വിളിക്കുമ്പോൾ നമ്മളൊരു വണ്ടിക്ക്, നമ്മളിപ്പോൾ പെട്രോൾ വണ്ടിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുവാണ് വണ്ടി സ്റ്റാർട്ടാകുന്നില്ല, അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ വിളിച്ച് പറയുകയാണ് വണ്ടി സ്റ്റാർട്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ഇന്നത് പോയതായിരിക്കും. അവർക്കത് പറയാൻ പറ്റും, കാരണം അവരത്ര എക്സ്പെർട്ടാണ് ആ കാര്യത്തിൽ. ഇപ്പം നമ്മളിപ്പോൾ ഒരു വണ്ടി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടി വീൽ ലോക്കായിപ്പോയി. അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു അതെൻ്റെ ഡ്രം പൊട്ടി, വീലിൻ്റെ ഡ്രം ബ്രേക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ ആയതുകൊണ്ടായിരിക്കും. കറക്റ്റാണ്, അവരത് കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്തു തന്നു. പക്ഷേ ഇവർക്കത് പറയാൻ പറ്റുന്നില്ല. നമ്മൾ എന്ത് കംപ്ലൈൻറ്റ് പറഞ്ഞ് അവരെ വിളിച്ചാൽ പോലും അവർ പറയുന്നത് ചെക്ക് ചെയ്യണം, കാർ സർവീസ് സെൻറ്ററിൽ വണ്ടി കൊണ്ടുവരും, നമ്മൾ ചെക്ക് ചെയ്യട്ടെ. ചെക്ക് ചെയ്യാതെ അവർക്ക് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അതാണ് മറ്റൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് വണ്ടി വാങ്ങുന്നത് സാമ്പത്തിക ലാഭം തന്നെയാണ്. ദൂരമുള്ളവർക്കൊക്കെ, ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടവർക്കൊക്കെ സാമ്പത്തിക ലാഭം തന്നെയാണ്. സാമ്പത്തികം നോക്കി സാമ്പത്തിക അച്ചടക്കം വേണമെന്നുള്ളവർക്ക്, പ്ലാനിങ് ഉള്ളവർക്കൊക്കെ നല്ല വണ്ടിയൊക്കെ തന്നെയാണ് സാമ്പത്തികം. പക്ഷേ ഇങ്ങനെയുള്ളൊരു വസ്തുത കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ വണ്ടിയൊക്കെ, ബജാജിൻ്റെ ചേതക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്, ഇപ്പോഴും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടി സോൾവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ എന്താണ്, ഏത് രീതിയിലാണ് ഈ വണ്ടി ഒരു 1000 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. 11,000 കിലോമീറ്ററിനുള്ളിൽ ഓക്സിലറി ബാറ്ററി പോയി, മനസ്സിലാക്കണം. മെയിൻ ബാറ്ററിക്ക് ഇതുവരെയായിട്ട് ഇഷ്യൂ ഒന്നുമില്ല. ഓക്സിലറി ബാറ്ററി, അതായത് ഇതിൻ്റെ ഇലക്ട്രിക് സിസ്റ്റവും എല്ലാം കൺട്രോൾ ചെയ്യുന്നൊരു സിമ്പിൾ, അതിൻ്റെ റേറ്റ് ഏകദേശം 1000 റുപ്പീസ് എന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ. 11,000 കിലോമീറ്ററിൽ പോയി. അപ്പോൾ നമ്മൾ എല്ലാ 11,000 കിലോമീറ്ററിലും അല്ലെങ്കിൽ ഒരു 10,000 കിലോമീറ്റർ ആകുമ്പോഴേക്കും ഇത് പോകുന്നുള്ളൊരു ഇത് നമ്മളെ മനസ്സിൽ വേണം. ഇത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രെഡിക്റ്റബിൾ ആയിരിക്കണം. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് വരുന്നുണ്ട്. 11,000 കിലോമീറ്ററിനുള്ള ഓക്സിലറി പോയെങ്കിൽ ഒരു 40-50 തന്നെ മെയിൻ ബാറ്ററിയും പോകുന്നായിരിക്കും എൻ്റെ ഒരു കണക്കൂട്ടൽ. MCU കിറ്റ് മാറ്റിയിട്ടു, വയറിങ് മാറ്റിയിട്ടു. ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ MCU പോയി എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ പയ്യന്നൂർ സർവീസ് സെൻറ്ററിൽ നിന്ന് MCU കിറ്റ് മാറ്റിയിട്ടത്. അപ്പോൾ ഞാൻ കരുതി അത് ചെയ്തതോടുകൂടി ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇതും കൂടി വന്നിട്ടുണ്ട്. ഇനി എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഇനി എന്ത് പ്രോബ്ലം വന്നാലും നിങ്ങളുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ വാഹനം കൊണ്ടുള്ള. അത് നിങ്ങളോട് ഞാൻ കൺവിൻസ് ചെയ്യും. കാരണം ഇത്രയും രൂപ കൊടുക്കി വണ്ടി വാങ്ങിച്ച ഒരാൾക്ക് ഇത് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസാണ്. ഞാൻ മറ്റുള്ളവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ ചേതക്ക് വാങ്ങിയിട്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ 15-16 കിലോമീറ്ററൊക്കെ ആയ ആൾക്കാരൊക്കെ ഉണ്ട്. ബട്ട് എൻ്റെ പർട്ടിക്കുലർ വാഹനത്തിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ വാഹനം വാങ്ങുന്നവർ ശ്രദ്ധിച്ചൊക്കെ നോക്കിയും കണ്ടൊക്കെ വാങ്ങുക. അവനവൻ്റെ പൈസയാണ്, അതിന് മൂല്യം കണക്കാക്കുക. വണ്ടി നോക്കി കംപ്ലൈൻ്റ് ഒന്നുമില്ല ഉറപ്പ് വരുത്തിയ ശേഷം വാങ്ങുക. ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർ ഇതിൻ്റെ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ മുമ്പ് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് പറഞ്ഞിട്ട്. അത് സത്യം തന്നെ ആവാൻ സാധ്യതയുണ്ട്. കാരണം എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ അവർ പറയുന്നതൊക്കെ കറക്റ്റാണ്. പിന്നെ ഒരു സാധനമൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ എൻ്റെ കേസിൽ അതൊന്നും അവരെടുത്തിട്ടില്ല. എൻ്റെ ഇപ്പം ഒരു ദിവസം പെട്ടെന്ന് തന്നെ അവർ ചെയ്ത് തരുന്നുണ്ട്. സർവീസ് സെൻറ്ററുമായി സർവീസിങ് പെട്ടെന്ന് ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ വണ്ടിക്ക് ഇഷ്യൂ വരുന്നു എന്നുള്ളതാണ് പ്രോബ്ലം. ബാക്കി കുഴപ്പങ്ങളൊന്നും എനിക്കില്ല. വണ്ടി ഓടിക്കാൻ നല്ലതാണ്, വണ്ടി കാഴ്ച ലുക്കിൽ നല്ലതാണ്, എല്ലാത്തിലും നല്ലതാണ്. ഈ കംപ്ലൈൻറ്റ് വരുന്നു, അടിക്കടി കംപ്ലൈൻറ്റ് വരുന്നു, അപ്പോൾ തന്നെ അത് റിസോൾവ് ചെയ്ത് റിസോൾവ് ചെയ്ത് ഈ ഒരു സൈക്കിളാണിപ്പോൾ എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനിയിപ്പം ഞാൻ ഈ വണ്ടിയുടെ ഈ കംപ്ലൈൻറ്റ് വരുമ്പോഴും ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും, ഇത് അപ്ഡേറ്റ് ചെയ്യും. കാരണം അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ഇത് വേറെ ആരോടും എനിക്ക് പറയാനില്ല. ഓക്കെ,
നമുക്കൊരു മോശം അനുഭവം വരുമ്പോൾ അത് വേറൊരാൾ കൂടി ഇങ്ങനെ പെട്ടു പോകരുതല്ലോ എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങൾ വണ്ടി വാങ്ങരുതെന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ എൻ്റെ സ്പെസിഫിക് ഈ പീസിൻ്റെ പ്രശ്നം ആയിരിക്കണം ചിലപ്പോൾ. എല്ലാ വണ്ടിക്കും ഈ പ്രശ്നം ഇല്ല. എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഒന്നുമില്ല. എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈലിൻ്റെ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ എൻ്റെ സ്വന്തം വണ്ടീനെ ഞാൻ അങ്ങനെ മിസ്യൂസ് ചെയ്ത് ഓടിക്കില്ലല്ലോ. ഓക്കെ, എൻ്റെ സ്വന്തം വണ്ടീനെ ആരെങ്കിലും അങ്ങനെ, ഞാൻ വെള്ളക്കെട്ടിൽ വണ്ടി ഓടിക്കാറില്ല. പരമാവധി മഴക്കാലത്ത് പോലും അത്ര വലിയ വെള്ളത്തിൽ നിന്ന് മാറി ഇങ്ങനെ പെട്രോൾ വണ്ടി ഓടിക്കുന്ന പോലെ ഒരിക്കലും ഓടിക്കാറില്ല. പിന്നെ ഒരു ഇലക്ട്രിക് വണ്ടിക്ക് പറയുന്ന ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. എന്തായാലും ഒരു 50 to 60 റേഞ്ചിലേ ഞാൻ ഓടിക്കാറുള്ളൂ. 60ൻ്റെ മേലെയൊക്കെ വളരെ അപൂർവമായിട്ട് അത്രയും നല്ല റോഡ് കിട്ടിയാൽ മാത്രമേ പോകാറുള്ളൂ. അങ്ങനെ ഇതാക്കി ഓടിക്കാറൊന്നുമില്ല. പിന്നെ അധികം സ്പോർട്സിലിട്ടിട്ട് തന്നെയാണ് വണ്ടി ഓടിക്കാറ്. എക്കോയിലിട്ടിട്ട് ഓടിക്കൽ വളരെ കുറവാണ്. അങ്ങനെ എക്കോയിൽ ഭയങ്കര പവർ ലാഗാണ്. അപ്പോൾ സ്പോർട്സിലിട്ടാൽ നല്ല പവർ വണ്ടി നന്നായി കയറി പോകുന്നുണ്ട്. അധികം സ്പോർട്സിലിട്ടിട്ട് തന്നെയാണ് ഞാൻ വണ്ടി ഓടിക്കാറ്. അപ്പോൾ അതിൻ്റെതായ റേഞ്ചിൽ ഡ്രോപ്പും സംഭവിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഡ്രൈവിംഗ് കൾച്ചർ കൊണ്ടാണ് വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരുന്നതെന്ന് പറയാനൊന്നും പറ്റില്ല. കാരണം അത്ര റഫ് റൈഡിങ് ഒന്നുമല്ല ഞാൻ നല്ല രീതിയിൽ തന്നെയാണ്, ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന പോലെയൊക്കെ തന്നെയാണ് ഞാൻ വണ്ടി ഓടിക്കാറുള്ളത്. പിന്നെ എല്ലാവരും അവനവൻ്റെ വണ്ടി സൂക്ഷിക്കുമല്ലോ, അങ്ങനെ ആരും റഫ് റൈഡിങ്ങും ചെയ്യില്ല. അവരെന്നോട് ചോദിച്ചു നിങ്ങളുടെ റൈഡിങ് രീതി എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. ഇപ്പം പിന്നെ ഐക്യൂബൊക്കെ TVSൻ്റെ ഐക്യൂബ് ഓടിക്കുന്നവരുണ്ട്. എൻ്റെ സുഹൃത്ത്, അവൻ്റെ വണ്ടി ഒരു പ്രാവശ്യം ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്നും അടിക്കടി കംപ്ലൈൻ്റ് ആണെന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. TVS ഐക്യൂബ് ഇപ്പം മെയിൻ ബാറ്ററി പോയി മാറ്റി. അതിനുശേഷം 27,000-30,000 കിലോമീറ്റർ താഴെ ആകുമ്പോഴേക്കും മെയിൻ ബാറ്ററി മാറ്റേണ്ടി വന്നു. പിന്നെ അങ്ങനെ കുറേ കംപ്ലൈൻറ്റുകൾ അടിക്കടി അതിനും വന്നിട്ടുണ്ട്. പക്ഷേ അതിന് അപകടത്തിന് ശേഷമാണ്, ആ വണ്ടി ഒന്ന് നല്ല രീതിയിൽ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണെന്നാണ് അവൻ പറഞ്ഞത്. അല്ലാതെ ഐക്യൂബ് ഉപയോഗിക്കുന്നവർ ബാറ്ററി 30,000 ഉള്ളിൽ മാറ്റിയവരൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല, പറഞ്ഞു കേട്ട അറിവാണ്. എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് പറഞ്ഞു തന്ന അറിവാണ്. അപ്പോൾ ഇത് എൻ്റെ ബജാജിൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്. ഇനി എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ അത് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ അറിയുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ 11,000 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് വണ്ടി. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.